വണ്ടി തടഞ്ഞു കുറേ ആൾക്കാരുണ്ടല്ലോ. കുറച്ചൊന്നും വേണ്ടല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആനിക്കാട് റോബിൻ ബസ് വീണ്ടും തടഞ്ഞിരിക്കുകയാണ്. ഏറ്റവും എളുപ്പം നമുക്ക് ID കാർഡ് ഉണ്ടോ എടുത്തു വയ്ക്കും. എന്തെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് അല്ല, ഞാൻ ജസ്റ്റ് ചെയ്ത എനിക്ക് ID കാർഡ് ഞാൻ കുറച്ച് പേരെ വിളിക്കും. ജോൺ മാത്യു ഉണ്ടോ? ഒന്ന് കാണിക്കൂ. വേണ്ട, മൈക്കൊന്നും വേണ്ട. വണ്ടി ചെക്ക് ചെയ്യുകയാണ്. വീഡിയോയുടെ ചെക്കിങ് നടക്കുകയാണ്. ജോണല്ലേ എങ്ങോട്ടാ പോകുന്നത്? ജോണിന്റെ തന്നെ ഒരു 10 ടൈം കളയണ്ടല്ലോ. ടൈം കളയുന്നില്ല. മനോജ് ഉണ്ടോ? മനോജ് വണ്ടി വീണ്ടും വീഡിയോ ചെക്ക് ചെയ്യാണ്. വീണ്ടും വീഡിയോ പിടിച്ചിരിക്കുകയാണ്. പരിശോധന വീണ്ടും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് കയറി രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഇത് ബുക്ക് ചെയ്താണോ യാത്ര ചെയ്യുന്നത്? ഫോണിൽ കാണിച്ചാലും മതി. നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് അങ്ങോട്ട് പോയ വണ്ടിയിൽ 8 ഒരു വണ്ടിയെങ്കിലും സാറേ ഇതുപോലെ വീഡിയോ രണ്ട് ജില്ലകളിൽ കോട്ടയം ഇടുക്കി ജില്ലകളിൽ നമുക്ക് നമ്മുടെ ജോലി അങ്ങോട്ട് പോയ 8 പോയായിരുന്നു. അതെല്ലാം ജോലി ചെയ്ത് ആയിക്കോട്ടെ. അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. എല്ലാവരും അറിഞ്ഞോണ്ടിരിക്കുകയല്ലേ. ചാനലുകാർ എത്ര? 4 പേരാണ്. ഇനിയുണ്ടോ സാറേ അങ്ങോട്ട് പോകുന്ന വഴി? കഷ്ടമുണ്ട് പാവങ്ങളെ ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. ഏതായാലും കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഞാൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല. വീണ്ടും ചെക്ക് ചെയ്യാൻ അല്ല, അങ്ങനെയല്ല. ഇപ്പം 41 കണ്ടില്ല. ഇതാണ് ഒന്നുമില്ല സാറേ. ഇത്രയും കാട്ടിരിക്കുമ്പോൾ അത്രയും കറണ്ടായിട്ടല്ലേ വരാൻ. അതല്ല അതല്ല വീണ്ടും പിടിച്ചിരിക്കുകയാണ്. രണ്ട് വണ്ടി നിറച്ച് ആണ് വീട് ചെക്കിങ് നടക്കുന്നത്. ബാലചന്ദ്രൻ സാറും ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലെ 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 ഉണ്ടോ? എറണാകുളരുണ്ടല്ലോ. എല്ലാം വണ്ടിയിൽ ഇറങ്ങിയവരെല്ലാം ഉണ്ടല്ലോ. ജസ്റ്റ് സാറേ ഒരാൾ ഫോട്ടോ അടിക്കാൻ പോയി.
അവരുടെ റുട്ടീൻ ചെക്കിങ് നടത്തുന്നതെന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ അവിടെ കാണിച്ച അതേ ഷീറ്റാണ് എവിടെയും കാണിക്കുന്നത്. ക്രോസ് ചെക്ക് ചെയ്ത് നോക്കട്ടെ, നമ്മളെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഉണ്ടെന്നൊക്കെ അവർക്ക് തന്നെ ക്രോസ് ചെക്ക് ചെയ്യാമല്ലോ. പക്ഷേ ഇവിടുന്ന് നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ അവിടുന്ന് ഇത്രയും ദൂരം വന്നപ്പോൾ ഒരു 10-15 വണ്ടി അങ്ങോട്ട് പോയായിരുന്നു, യാത്രയും കല്ലട ഇതൊക്കെ ആയില്ല. ഒരു വണ്ടിയിലെങ്കിലും എവിടെയെങ്കിലും കേടുകാട്ട് കാണുന്നുണ്ടോ? ഇതുപോലെ ചെക്കിങ്ങോ യാത്രക്കാരൻ്റെ ഐ ഡി മേടിക്കാനായിട്ട് കാണുന്നുണ്ടോ? തീവ്രവാദികളെന്ന് പോലത്തെ വണ്ടി പോകുന്നു, തിരിച്ചും വണ്ടി പോകുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന് പോകുന്ന ലഗേജും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ലഗേജ് ബോക്സോ എല്ലാം തുറന്ന് നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അതിലൊന്നും ചെക്കിങ് ഇല്ല, ഇതിട്ട് മാത്രമേ ഉള്ളൂ ഈ പരിപാടി. ഇതിപ്പോൾ കോടതിയിൽ മാത്രം ഉള്ളതുകൊണ്ട് മാത്രമല്ലേ, അല്ലെങ്കിലും എല്ലാം ബുക്ക് ചെയ്ത യാത്രക്കാർ ഇറങ്ങില്ല. കയറി സമയം പോയത് എല്ലാം ബുക്ക് ചെയ്ത യാത്രക്കാർ മാത്രം മൊത്തം ഇത് ബുക്ക് ചെയ്തതാണ്. ഇതാണ് അവർ നോക്കിയത്. ഇത് നമ്മൾ പ്രീ ബുക്കിംഗ് ആണ്, കോടതി പറഞ്ഞിരിക്കുന്ന പ്രീ ബുക്കിംഗ് ആണ്, നമ്പറുണ്ട്, എല്ലാവരും ലാൻഡ് അവർ ചെക്ക് ചെയ്ത് നോക്കി. ഇരിക്കുന്ന യാത്രക്കാരെല്ലാം കറണ്ടാണ്, അതൊരു തെറ്റില്ല. ഇവിടെ നമുക്കിട്ട് ചെയ്യുന്ന ഈ പരിപാടി മറ്റു വണ്ടികൾക്കിട്ടൊന്നുമില്ല. വേറെ നടപടിയൊന്നും നടപടിയൊന്നുമില്ല, അവർക്ക് നടപടി ചെയ്യാൻ പറ്റില്ല. വണ്ടി സീസ് ചെയ്യുന്ന ചെക്ക് റിപ്പോർട്ട് കണ്ടിന്യൂസ് അങ്ങനെ എടുത്തിരിക്കുമ്പോൾ വയലേഷൻ ഇല്ലല്ലോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വീണ്ടും നെറു റോഡിൽ നിങ്ങൾ കഴിഞ്ഞില്ലേ? ഇല്ല, റൈറ്റ് എടുത്തില്ല. അവിടുത്തെ ഡ്രൈവർ അവനെ അങ്ങോട്ട് പോയി കിടപ്പാ. കയറിയാമോ? എവിടെ ഇറങ്ങുന്നത്? വേഗം കയറി. ഉണ്ടല്ലേ? ആ, ഒരു ടാറ്റ കൊടുത്തേ, ഒരു ടാറ്റ കൊടുത്തു. ഓക്കെ സാറേ, ഓക്കെ സാറേ, ഓക്കെ സാറേ. യാത്ര ചെയ്യുന്നവരല്ല റേഷൻ കാർഡിന്റെ കൈ കയറുന്നു. റേഷൻ കാർഡ്, ആ അതൊരു കാര്യമാണ്. റേഷൻ കാർഡും എല്ലാത്തിനും ഇനിയും ബില്ല് സഹിതം വേണം. ഏതേ എന്നാ അവസ്ഥയല്ല. ഓ, എന്താ ചെയ്യാൻ? ഇതാണ് എല്ലാവരും ചോദിക്കുക, എന്താ ഈ ഒരു അവസ്ഥ? നോർത്ത് പോയിക്ക്, കേരളത്തിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ഏതേ പ്രത്യേക നിയമമാണ്. പറഞ്ഞോ, കേരളത്തിന് യാത്ര ചെയ്യേണ്ട സ്പെഷ്യൽ നിയമമാണ്. അയ്യോ, എനിക്ക് വയ്യ. എന്താണ് പറയാനുള്ളത്? എന്തിനു പറയണ്ട? അതെ, എല്ലാ വണ്ടിയിലും പോകുമ്പോൾ എല്ലാ റേഷൻ കാർഡും ഐ ഡി കാർഡും എല്ലാം കരുതണം. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കണത് ഇതിനെന്താ പറയാൻ? എന്ത് പറയാനേ? യാത്ര ചെയ്തവരെല്ലാം KSRTC യാത്ര ചെയ്തവരെല്ലാം ഇതുപോലെ ഐ ഡി കാർഡ് കാണിച്ചിട്ടാണോ കൊണ്ടുപോകുന്നത്? ഇത് ചെയ്യാൻ ആരോട് പറയാനാ? എല്ലാ മനുഷ്യരും ഇതൊക്കെ ഇവിടെ നടക്കും എന്നുള്ളതാണ് ഇതിന്റെ ഉത്തമ. ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടി? അങ്ങനെ പേടിച്ചിരുന്നൊരു കഥയില്ല. നമ്മള് സംസാരിക്കുക, നമുക്ക് പറയാനുള്ള നമ്മള് പറയുക. അല്ല അല്ല, എംപിഡിക്ക് റൈറ്റ് ഉണ്ടോ? എംപിഡിക്ക് റൈറ്റ് ഇല്ല ചോദിക്കാനുള്ള. എന്തായാലും പോലീസല്ലേ ലോ ആൻഡ് ഓർഡർ കൈകാര്യം. എനിക്കറിയില്ല അതിനെപ്പറ്റി. എന്തായാലും നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. ആ ആ അതുകൊണ്ട് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കിട്ടും എന്ന് വിചാരിച്ചാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കോയമ്പത്തൂരാണ് ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റൽ. അതെ, പേരെങ്ങനാ ചേട്ടൻ്റെ? പേരെങ്ങനാ? അലോഷി അല്ലേ? ആ, മൂവാറ്റുപുഴക്കാരനായ അലോഷി ചേട്ടനാണ് സംസാരിച്ചത് അല്ലേ? അപ്പോൾ എന്തായാലും കൊള്ളാം. മോഹക്കൂരു അല്ലേ? മൂട്ടിലാണ് കൊണ്ടിരിക്കുന്നത്. ആ, ഓക്കെ. അതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു പോയിന്റ് കേട്ടോണം. മൂലക്കുരു അല്ല ഉണ്ടായത്, മോഹക്കുരുവാണ് ഉണ്ടായതെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു കമൻ്റായിരുന്നു, ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇട്ട്